ഇന്നത്തെ വചനചിന്ത: നഷ്ടങ്ങളിൽ പതറരുത്. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആവർത്തിച്ച് കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ മടുത്ത അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, ദൈവവചനം ശ്രവിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ബലം ലഭിക്കാറുണ്ട്. ഒത്തിരി പേർ പ്രതികൂലങ്ങളിൽ വീണു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയാൽ ശക്തിപ്പെട്ട് ദൈവവചനത്താൽ നിറയപ്പെടുമ്പോൾ അസാധ്യങ്ങളുടെ ദൈവം സാധ്യമാക്കി നൽകുന്നു. പ്രതികൂലങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുന്നവർ വീഴത്തില്ല. പ്രതികൂലങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കാത്തവർ വീണുപോകുന്നു. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ആവർത്തിച്ച് കഷ്ടതയും നഷ്ടവും അനുഭവിച്ച ഭക്തനായ ഇയ്യോബ്. ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായിരുന്നു. അതിനാൽ ഭക്തൻ ചിന്തിച്ചിട്ടുണ്ടാകും, ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ കഷ്ടവും നഷ്ടവും കടന്നു വരത്തില്ല എന്ന്. ദൈവം കൂടെയുണ്ട്. ആത്മികവും ഭൗതികവുമായ നന്മകളുണ്ട്. ദൈവം കൂടെയുണ്ട്. സഹോദരങ്ങളുണ്ട്, 10 മക്കളുണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്. എന്നാൽ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകുന്നു. ദൈവം അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവമാണോ കഷ്ടത അനുവദിച്ചത്? ദൈവം അതിനാൽ പരിഹാരം കണ്ടിരിക്കും. ഭക്തനായ അബ്രഹാമിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, ഭക്തൻ ഈസാഹാക്കിനെ യാഗമർപ്പിക്കാൻ പോകുമ്പോൾ ആ പരീക്ഷ അനുഭവിച്ച ദൈവമാണ് പരിഹാരമായ ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കരുതി. ഭക്തനായ ഏലിയാവിന് ചൂരച്ചെടുത്തണലിൽ മരിപ്പാൻ ഇച്ഛിക്കുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവം ദൂതനയച്ചു. ഹാഗർ പ്രതീക്ഷകൾ അസ്തമിച്ച് മരുഭൂമിയിൽ നിലവിളിക്കുമ്പോൾ ബാലൻ്റെ നിലവിളി കേട്ട് ദൈവം തൻ്റെ ദൂതനയച്ച് മറഞ്ഞിരുന്ന ഉറവ് വെളിപ്പെടുത്തി. ഭക്തനായ ഇയ്യോബിന് സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ശരീരം മുഴുവനും വ്രണമായി. ഓടൻ്റെ കഷ്ണം എടുത്ത് ചുരുണ്ടുന്ന അവസ്ഥ, അത്രമാത്രം കഷ്ടത. എപ്പോഴും കൂടെ നിൽക്കേണ്ട ഭാര്യ തള്ളിപ്പറഞ്ഞു. ദൈവത്തെ ത്യജിച്ചു പറയുവാൻ ഇയ്യോബിനോട് ആവശ്യപ്പെട്ടു. ആശ്വസിപ്പിക്കുവാൻ വന്ന ഇയ്യോബിൻ്റെ കൂട്ടുകാർ വാക്കുകളാൽ ഇയ്യോബിനെ വേദനിപ്പിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനത്തിൽ ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവന് നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർക്കുക, നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. 8-ാം വചനത്തിൽ പറയുന്നു, ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യുന്നുവെന്ന്. ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇയ്യോബിനെ കഷ്ടതകൾ കടന്നു വന്നതെന്നാണ് വാക്കുകളിൽ ഇയ്യോബിനെ വേദനിപ്പിച്ചത്. തൻ്റെ സ്നേഹിതന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്? അവർക്ക് ദൈവശബ്ദം തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്, ദൈവിക ആലോചന, ദൈവിക അനുഭവങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട്. ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾക്ക് കാഴ്ചപ്പാടില്ല, വെളിപ്പാടില്ല, ദർശനമില്ല. ദർശനം നഷ്ടപ്പെട്ടവർ കഷ്ടത അനുഭവിക്കുന്നവരോട് എന്തെങ്കിലുമൊക്കെ പറയും. എന്നാൽ ദൈവകൃപയുള്ള അഭിഷേകം പ്രാപിച്ച ദൈവവചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവത്തോടൊരിക്കലും പിറുപിറുക്കരുത്, മറിച്ച് സ്തോത്രം പറയണം. കാരണം ദൈവിക കരുതലുകൾ അനുഭവിച്ച താങ്കൾക്ക് ഈ കടന്നു വന്ന കഷ്ടത ദൈവം അറിയാതെയല്ല. ദൈവത്തിന് താങ്കളെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. അതാണ് ഭക്തനായ ഇയ്യോബിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഭക്തനായ ഇയ്യോബ് വിളിച്ചു പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് നശിക്കും, എന്നാൽ എനിക്കൊരു പ്രത്യാശയുണ്ട്, ഞാൻ ദൈവത്തെ കാണും. ഭക്തനായ ഇയ്യോബിന് പ്രത്യാശയുണ്ടായിരുന്നു. ഭക്തനായ ഇയ്യോബ് കഷ്ടത്തിനും വിളിച്ചു പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന്. ഭക്തനായ ഇയ്യോബിൻ്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഭക്തനായ ഇയ്യോബ് വിശ്വാസത്താൽ വിജയിച്ചതുകൊണ്ട് പൈശാചിക ലോകം പരാജയപ്പെട്ടു. ഭക്തൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞതല്ല സത്യം, ഭക്തനെ ദൈവം കണ്ടു. ഭക്തന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം പകരം നൽകി, ഇരട്ടിയായി നൽകി മാനിച്ചു. വചനം ശ്രവിക്കുന്ന താങ്കൾ ഒത്തിരി കഷ്ടതയിലൂടെ കടന്നു പോകുന്നു.
ഒത്തിരി നിരാശയിലൂടെ കടന്നു പോവുകയാണോ? എന്നാൽ തിരിച്ചറിയുക, താങ്കളുടെ മേൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ചില പാഠങ്ങൾ പഠിച്ച ശേഷം, ചില ദൈവിക കാഴ്ചപ്പാട് ലഭിച്ച ശേഷം നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം താങ്കൾക്ക് മടക്കി നൽകും. ദൈവം അറിയാതെ താങ്കളുടെ ജീവിതത്തിൽ യാതൊന്നും നടക്കുന്നില്ല. ഉറച്ചു വിശ്വസിക്കുക. താങ്കളുടെ ജീവിതത്തിൽ എവിടെയാണോ പരിഹസിച്ചത്, എവിടെയാണോ നിന്ദിച്ചത്, എവിടെയാണോ ഒറ്റപ്പെടുത്തിയത്, അവരുടെ മുമ്പേ താങ്കളെയും താങ്കളുടെ തലമുറയെയും ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കും. നിന്ദിച്ചവരുടെ, പരിഹസിച്ചവരുടെ മധ്യേ ദൈവം കരം പിടിച്ചുയർത്തും. നഷ്ടങ്ങളിൽ പതറാതെ യേശുവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.